ഉത്തർപ്രദേശിലെ സംഭാൽ ആക്രമണത്തിലെ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള ഓഡിയോ ക്ലിപ്പ് അന്വേഷണ സംഘം കണ്ടെടുത്തു. മസ്ജിദിന് സമീപം കൂടുതൽ ആളുകളെ ആയുധമാക്കി പോലീസിനെതിരെ അണിനിരത്താനുള്ള ആഹ്വാനമായിരുന്നു ഓഡിയോ ക്ലിപ്പിൽ. അതേസമയം സർവേക്കിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികളുമായി പോലീസ് നീങ്ങുകയാണ്. സംഭാലിൽ ഷാഹി ജുമാ മസ്ജിദിൽ സർവേ നടപടികൾക്കിടെ നടന്ന അക്രമങ്ങൾക്ക് ആയുധങ്ങളുമായി ആളെ കൂട്ടാൻ നിർദ്ദേശം നൽകുന്നതാണ് ഈ ഓഡിയോ ക്ലിപ്പ്. പോലീസിനെ ആക്രമിക്കാൻ 3000 മുസ്ലിങ്ങൾ എങ്ങനെ സംഘടിച്ചു എന്ന് ഓഡിയോ ക്ലിപ്പിൽ വ്യക്തമാകുന്നു. അക്രമികളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നുമാണ് ഓഡിയോ ക്ലിപ്പ് ലഭിച്ചത്. സംഘർഷത്തിന് കാരണമായ പ്രകോപനപരമായ സന്ദേശം പ്രചരിപ്പിച്ചെന്ന കേസിൽ സംഭാൽ സ്വദേശി ഫർഹദ് എന്ന 54-കാരനെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഓഡിയോ ക്ലിപ്പുകൾക്ക് പുറമെ CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തിരുന്നു. ഇതിൽ തോക്കുപയോഗിച്ച് പോലീസിന് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളും വ്യക്തമാണ്. സർവേ സംഘത്തിന് നേരെ കല്ലെറിഞ്ഞ 45 പ്രതികളുടെ ചിത്രങ്ങൾ പോലീസ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. പ്രതികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും പോലീസ് അറിയിച്ചു. അക്രമത്തിൽ പങ്കെടുത്ത 74 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞു. ഇതിൽ 3 സ്ത്രീകളും 3 പേർ പ്രായപൂർത്തിയാകാത്തവരുമാണ്. അക്രമവുമായി ബന്ധപ്പെട്ട് 7 FIR-കളാണ് രജിസ്റ്റർ ചെയ്തത്. സമാജ്വാദി പാർട്ടി MP സിയ ഉർ റഹ്മാൻ ബാർക്ക്, MLA ഇക്ബാൽ മെഹമൂദിന്റെ മകൻ സൊഹൈൽ ഇക്ബാൽ എന്നിവർ പ്രതികളാണ്. അക്രമത്തിന് ദിവസങ്ങൾക്ക് മുൻപ് MP സിയ ഉർ റഹ്മാൻ ബാർക്ക് ഷാഹി ജുമാ മസ്ജിദ് സന്ദർശിച്ചതായും പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയതായും പോലീസ് FIR-ൽ ചൂണ്ടിക്കാട്ടുന്നു. ജനം, ഡൽഹി.